സൗദിയിലെ കമ്പനികൾ അടുത്ത മാസം അവസാനത്തോടെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സൗദി വാണിജ്യ മന്ത്രാലയം. വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മതിയായ രേഖകളില്ലാതെ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളിൽ പിന്നീട് അന്വേഷണം വരാനും സാധ്യതയുണ്ട്. സൗദിയിലെ കമ്പനികൾ കഴിഞ്ഞ വർഷത്തെ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30 സമയപരിധിക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പല രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ കുറ്റമറ്റതായി കണക്കാക്കപ്പെടുന്ന അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമെന്ന് അക്യുറേറ്റ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO നൌഷാദ് പറഞ്ഞു. ഇതുവഴി പിഴയും ഭാവിയിൽ വരാൻ സാധ്യതയുള്ള അന്വേഷണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് ഉള്ളിൽ സബ്മിറ്റ് ചെയ്യാത്ത ആളുകൾക്ക് കമ്പനിയുടെ ടൈപ്പ് ഓഫ് കമ്പനി, അതേപോലെ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്, ക്യാപിറ്റൽ എന്നിവ നോക്കിയിട്ട് 4000 റിയാൽ മുതൽ 20,000 റിയാൽ വരെ പെനാൽറ്റി ഉണ്ടാകും. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ 2023 ഇൻകം ടാക്സിലേക്ക് ഫയൽ ചെയ്ത പല ആളുകൾക്കും പൂർണ്ണ വിവരങ്ങൾ ഹാജരാക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഡിസ്ക്ലെയിമർ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഫയൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴെങ്കിലും ഡിസ്ക്ലെയിമർ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലാത്ത അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഫയൽ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ ഭാവി സുരക്ഷിതമാക്കും. മതിയായ രേഖകളില്ലാതെ തയ്യാറാക്കുന്ന ഡിസ്ക്ലെയിമർ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ച നിരവധി സ്ഥാപനങ്ങൾക്ക് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും കത്ത് ലഭിച്ചു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഇത് സമർപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.